Hello students, welcome back to our class. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്യൂമെ എന്താ റെസ്യൂമെ, എങ്ങനെയാണ് റെസ്യൂമെ ഡെവലപ്പ് ചെയ്യുക, റെസ്യൂമെ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വരുന്നൊരു പാർട്ടാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു നെക്സ്റ്റ് ലെവൽ ഓഫ്, നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ ആണ്, സ്റ്റുഡൻസ് ആണ്, ഫൈനൽ ഇയർ അല്ല തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനിയും നെക്സ്റ്റ് ഒരു വല്ല ഇൻറ്റേൺഷിപ്പിനോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല പ്ലേസ്മെൻറ്റിലോട്ട് കിട്ടി പോകുന്ന ടൈമിൽ ജോബൊക്കെ നോക്കുന്ന ടൈമിൽ അവിടെ നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഭവമാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ വരുന്ന സംഭവമാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. സോ റെസ്യൂമെ എന്താണെന്ന് വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക. ഇതൊരു സെഷൻ കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് റെസ്യൂമെ, എങ്ങനെ റെസ്യൂമെ ഉണ്ടാക്കാം, ഒരു ഏറ്റവും ഫ്രണ്ട്ലി റെസ്യൂമെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. പിന്നെ നോക്കുകയെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ പണ്ടൊക്കെ റെസ്യൂമെ ഒരു ജോബിന് കൊടുക്കുന്ന ടൈമിൽ ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് അത് ഇവാലുവേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് AI ആണ് ഇവാലുവേറ്റ് ചെയ്യണത്. സോ അതിനാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന് പറയാം. ഒരു AI റെസ്യൂമെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ AIയിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇന്ന കീവേഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് അവരിനെ ഇത്ര റാങ്ക് ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച രീതിയിൽ വരുന്ന റെസ്യൂമെ ഡെവലപ്പ് ചെയ്യലാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ റെസ്യൂമെ എന്താണ്, റെസ്യൂമെ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് റെസ്യൂമെ? റെസ്യൂമെ എന്ന് പറഞ്ഞത് ഒരു ഷോർട്ടായിട്ട് വരുന്ന ഒരു പ്രൊഫഷണൽ ഡോക്യുമെൻ്റാണ് റെസ്യൂമെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, റെസ്യൂമെ നമ്മൾ കൊടുക്കുന്നത് കൂടുതലും IT ഓറിയൻറ്റഡ് ജോബ്സ്, ഇൻറ്റേൺഷിപ്സിനൊക്കെ നമ്മൾ റെസ്യൂമെ കൊടുക്കുന്നുണ്ടാവാം. ഇനി നമ്മൾ നെക്സ്റ്റ് സെഷനിൽ CV നോക്കുന്നുണ്ടാകും. CVയും റെസ്യൂമെ രണ്ടും സെയിം ആണോ ചോദിച്ചാൽ അതേ, പക്ഷേ അതിൻ്റെ സൈസിലും അതിൽ വരുന്ന ഡാറ്റാസിനനുസരിച്ചൊക്കെ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ റെസ്യൂമെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ ഡോക്യുമെൻ്റ് ആണ്. ഒരു കാൻഡിഡേറ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ടെക്നിക്കൽ സ്കിൽ എന്താണ്, എക്സ്പീരിയൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്ത് എക്സ്പീരിയൻസ് ആണ്, പ്രൊജക്റ്റ് എന്താണ്, എന്തൊക്കെ അച്ചീവ്മെൻ്റ് ആണ്, അവരുടെ പേഴ്സണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഗിറ്റബിൻ്റെ ലിങ്കിഡിൻ്റെ ലിങ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു 1 to 2 പേജസ്, 1 to 2 പേജ് വരാണെങ്കിൽ ഒരു പേജിൻ്റെ 2 സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡ് വരുന്ന ഒരു പ്രൊഫഷണൽ ഡോക്യുമെൻ്റാണ് റെസ്യൂമെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തിനാണ് റെസ്യൂമെ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ റെസ്യൂമെ കൊടുക്കുക, ഒന്നില്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈം നമ്മൾ റെസ്യൂമെ അയച്ചു കൊടുക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിലും റെസ്യൂമെ കൊടുക്കുന്നുണ്ടാകും. ആക്ച്വലി റെസ്യൂമെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. നിങ്ങളെ കാണാത്ത, നിങ്ങളറിയാത്ത ഒരാൾക്ക് ഫസ്റ്റ് നിങ്ങളോട് ഇംപ്രഷൻ തോന്നുന്നത്, നിങ്ങൾക്ക് ഇത്രയും നല്ല സ്കിൽസ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇത്ര അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, നല്ലൊരു പ്രൊജക്റ്റാണ് ചെയ്തെന്നുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ വരുത്താനുള്ള ഒരു പ്രൊഫഷണലായിട്ട് വരുന്ന ഡോക്യുമെൻ്റാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഹൈലൈറ്റ് ചെയ്യാനും ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഏത്, റെസ്യൂമെ എന്ന് പറയുന്നത്. ആൻഡ് നമുക്കൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കാം, ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ പ്രോസസ്സിലെ ഫസ്റ്റ് വണ്ണാണ് റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു റെസ്യൂമെ വേണം. സോ നമുക്ക് നല്ല റെസ്യൂമെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ആ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നാണ് പറയാം. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ്, അതൊക്കെയാണ് പേർപ്പസ് ഓഫ് റെസ്യൂമയിൽ വരുന്നത്. ഇനി കീ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷോർട്ടും കൺസൈസ് ആയിട്ട് ഒരു 1 to 2 പേജസിൽ വരുന്നതായിരിക്കും റെസ്യൂമെ എന്ന് പറയുന്നത്. റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ്, എക്സ്പീരിയൻസ്, പിന്നെ ഏത് ജോബാണ് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള സ്കിൽസ് വേണം നമ്മളെപ്പോഴും റെസ്യൂമെ കൊടുക്കാനായിട്ട്. ക്ലിയർ ആയിട്ടും സ്ട്രക്ചറായിട്ട് വരുന്ന ഫോർമാറ്റാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. സെഷൻസ് ഉണ്ട് റെസ്യൂമെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് വേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യം റെസ്യൂമയിൽ. പേഴ്സണൽ ഇൻഫർമേഷൻ വേണം, കരിയർ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾ എന്താണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് നമ്മുടെ പൊസിഷനെങ്കിൽ ആ പൊസിഷനിലോട്ട് നമ്മൾ നമ്മുടെ കരിയറിന് എന്തൊക്കെ നമുക്ക് ആ ഒരു പൊസിഷനിലോട്ട് കൊടുക്കാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് ആ പൊസിഷനിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കരിയർ ഒബ്ജക്റ്റീവിലോട്ട് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ സ്കില്ല്, പ്രോജക്റ്റ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ്, സർട്ടിഫിക്കേഷൻസ്, അച്ചീവ്മെൻറ്റ്സ്, റെഫറൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു റെസ്യൂമയിൽ വരുന്ന സെഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ആദ്യം ഒരു സെഷൻസിനെ കുറിച്ച് പറയുന്ന മുന്നായിട്ട് നമുക്ക് ആദ്യം ഒരു റെസ്യൂമെ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബ്. ആ ജോബിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യാനായിട്ട്. So before preparing a resume, read the job description carefully, understand and require the technical skills, identify the required technical skills, understand the job opportunities or responsibilities match with skill with company requirements. അപ്പോൾ നമ്മളൊരു ജോബ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിലാദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ജോബിൽ വരുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് നോക്കണം. എന്താണ് ആ ജോബിൽ വരുന്ന ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കുക, അതിന് വേണ്ട സ്കിൽസ് എന്താണെന്ന് നോക്കുക. ആ സ്കിൽസിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിലും പക്ഷേ നമുക്കൊരു റെസ്യൂമെ പൈത്തൺ ഡെവലപ്പറിന് വേണ്ട റെസ്യൂമെ ആണ് വേണ്ടതെങ്കിൽ ആ പൈത്തൺ ഡെവലപ്പറിന് വേണ്ട സ്കിൽസ് വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് സ്കിൽസിൻ്റെ അവിടെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 1 to 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളിനാണ് വേണ്ടത്. നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 1 to 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും പ്രയോറിറ്റി കൂടുക. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും എന്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്ത് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യാനായിട്ട്. സോ ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് കോണ്ടാക്ട് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോണ്ടാക്ട് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് വേണ്ട ഡാറ്റാസ് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് അല്ല, നമുക്കൊരു പ്രൊഫഷണൽ ഡാറ്റാസ് വേണം നമ്മൾ ഏതിൽ കൊടുക്കാനായിട്ട്. ഈ കോണ്ടാക്ട് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ ഫുൾ നെയിം, ഫോൺ നമ്പർ കൊടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ +9 നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പറിൻ്റെ എപ്പോഴും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് +91 ആയിരിക്കും. +91 എന്ന രീതിയിൽ കൊടുത്തിട്ട് ബാക്കി ഫോളോ യുവർ ഫോൺ നമ്പർ എന്ന രീതിയിൽ വേണം ഏതിൽ കൊടുക്കാനായിട്ട് കോണ്ടാക്ട് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട്. ദെൻ പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ്സ് വേണം കൊടുക്കാനായിട്ട്. നിങ്ങളുടെ പേര് വരുന്ന ഇമെയിൽ അഡ്രസ്സിനാണ് നിങ്ങളുടെ നിക് നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും രീതിയിൽ വരുന്ന നെയിംസ് അല്ലാതെ നിങ്ങളുടെ പ്രൊഫഷണൽ ഒരു ഇമെയിൽ അഡ്രസ്സ് വേണം കൊടുക്കാനായിട്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ആ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് കൊടുക്കുക. വെറുതെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കൊടുക്കരുത്. ഒപ്റ്റിമൈസ് ചെയ്ത് അത്യാവശ്യം പോസ്റ്റും അതുപോലെ തന്നെ കണക്ഷൻസുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ അതിന് ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ടെക് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ ഗിറ്റ്ഹബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം. സോ ഈ കാര്യങ്ങളൊക്കെയാണ് കോണ്ടാക്ട് ഇൻഫർമേഷൻ്റെ സെഷനിൽ വരേണ്ടത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വണ്ണാണ് കരിയർ ഒബ്ജക്റ്റീവ്. നമ്മളെപ്പോഴും ഒരു റെസ്യൂമെ കൊടുക്കുന്ന ടൈമിൽ ആദ്യം സ്റ്റാർട്ടിങ് വായിച്ച് തുടങ്ങുന്നുണ്ടാവാം നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എന്ന രീതിയിലൊന്നും ആയിരിക്കില്ല, കരിയർ ഒബ്ജക്റ്റീവ് ആയിരിക്കും വായിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു കരിയർ ഒബ്ജക്റ്റീവ് കൊടുക്കുക. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കരിയർ ഗോൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലൊക്കെ അച്ചീവ് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു കരിയർ ഒബ്ജക്റ്റീവ് വേണം ഏതിൽ കൊടുക്കാനായിട്ട് നമ്മുടെ റെസ്യൂമേയിൽ കൊടുക്കാനായിട്ട്. ദെൻ സെഷൻ 3 വരുന്നതാണ് ഹൈലൈറ്റ് ദ ടെക്നിക്കൽ സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു IT സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടാകും, ഡാറ്റാബേസിനെ കുറിച്ച് അറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയാം, വെബ് ടെക്നോളജീസും ടൂൾസും സോഫ്റ്റ്വെയർസൊക്കെ അറിയുണ്ടാവും. അപ്പോൾ ആ സ്കിൽസൊക്കെ ഏതിൽ പ്രൊവൈഡ് ചെയ്യുക, ഈ ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് സെഷനിൽ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അക്കാദമിക് പ്രൊജക്റ്റ് കൊടുക്കാം. എന്താണ് പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ, എന്തൊക്കെ ടെക്നോളജീസാണ് യൂസ് ചെയ്തത്, അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്കം എന്ത് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അക്കാദമിക് പ്രൊജക്റ്റ് സെഷനിൽ കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് വരുന്ന അച്ചീവ്മെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻസ്, എന്തെങ്കിലും ഓൺലൈൻ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ, വർക്ക്ഷോപ്പ് ഉണ്ടോ, ഹാക്കത്തോണിലുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്പെസിഫൈ ചെയ്യേണ്ടത് ഈ റെസ്യൂമിൽ ആവശ്യമാണ്. പിന്നെ നമ്മളൊരു റെസ്യൂം ഉണ്ടാക്കുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ റെസ്യൂമിൽ ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ഡാറ്റാസാണോ നിങ്ങളിൽ ആക്ച്വലി ഉള്ളത് ആ ഡാറ്റാസ് മാത്രം എഴുതുക. റിയൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റിയൽ പ്രോജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ജെന്യുവൻ സ്കിൽസ് എപ്പോഴും ആഡ് ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മളൊരു റെസ്യൂമെ ഉണ്ടാക്കി അത് പ്രിൻ്റ് ചെയ്യുന്ന മുന്നോ അല്ലെങ്കിൽ അതിനെ എക്സ്പോർട്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ ആദ്യം അത് വെരിഫൈ ചെയ്യണം. സ്പെല്ലിങ്സ് കറക്റ്റാണോ, ഗ്രാമേഴ്സ് കറക്റ്റാണോ, പ്രോപ്പർ ഫോർമാറ്റിലാണോ, എന്തെങ്കിലും ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പ്രൂഫ് റീഡിങ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ആ റെസ്യൂമിനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ റെസ്യൂമിൻ്റെ മോഡൽ കാണിച്ചാൽ ഈ ഒരു മോഡലിലാണ് ലേറ്റസ്റ്റ് ഫ്രണ്ടിൽ റെസ്യൂമെ വർക്ക് ചെയ്യുന്നത്. സോ ആദ്യം നമ്മുടെ നെയിം ബോൾഡ് ആക്കിയിട്ട് തന്നെ കുറച്ച് വലുതാക്കിയിട്ട് നെയിം കൊടുക്കുക. അതിൻ്റെ താഴെ ഫോൺ നമ്പർ കൊടുക്കുക. ഇങ്ങനെ രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. +91 ദെൻ ഫോളോ യുവർ ഫോൺ നമ്പർ, ദെൻ ഇമെയിൽ, ലിങ്കിനും വേണം, ഗിറ്റ്ഹബ് വേണം, ലൊക്കേഷൻ കൊടുക്കുക. അപ്പം നിങ്ങളിപ്പോൾ ഒരു
പാലക്കാടാണ് എന്നുണ്ടെങ്കിൽ ഒരു പുറത്തു പോയ ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു ഗുജറാത്തിലോ അല്ലെങ്കിൽ ഹൈദരാബാദൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാലക്കാട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റേറ്റാണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. നിങ്ങളിപ്പോൾ കൊച്ചിയിലൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് എന്ന രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലൊക്കേഷൻ കൊടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പേഴ്സണൽ ഡാറ്റ കൊടുക്കുമ്പോൾ ഫോൺ, ഇമെയിൽ, ലിങ്ക്ഡിൻ ഒന്നും കൊടുക്കേണ്ട. ഞാനത് അറിയാൻ വേണ്ടി കൊടുത്താണ്. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാം, താഴെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം, ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, ഗിറ്റബ് ഉണ്ടെങ്കിൽ ഗിറ്റബിൻ്റെ ലിങ്ക് എന്ന രീതിയിൽ പോയാൽ മതി. അത് കഴിഞ്ഞാൽ വരുന്നതാണ് കരിയർ ഒബ്ജക്റ്റീവ്. ഇങ്ങനെ ആയിരിക്കും കരിയർ ഒബ്ജക്റ്റീവ് കൊടുക്കുന്നുണ്ട്. മോട്ടിവേറ്റഡ് BCA സ്റ്റുഡൻറ്റ് സീക്കിംഗ് ആൻഡ് എൻട്രി ലെവൽ പൊസിഷൻ. നിങ്ങളിപ്പോൾ ഒരു പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഫ്രഷർ എന്ന രീതിയിൽ ആവാൻ പറ്റില്ല റെസ്യൂമേ കൊടുക്കാനായിട്ട്. എൻട്രി ലെവൽ എന്ന് പറഞ്ഞിട്ട് വേണം റെസ്യൂമിൽ കൊടുക്കാനായിട്ട്. ദെൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിവേഴ്സ് ഓർഡറിൽ വേണം കൊടുക്കാൻ. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു BCA സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം BCAൻ്റെ ഡാറ്റ വേണം കൊടുക്കാൻ. ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ കൊടുക്കുക. ഏത് കോളേജ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി, ഏത് ഇയർ പാസ് ഔട്ട് ആയെന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ദെൻ ഹയർ സെക്കൻഡറിയിലോട്ട് വരിക. ഏത് സ്കൂള്, ഏത് സെഷൻ എടുത്തു. ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ്, അത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഇയർ കൊടുക്കാം. അങ്ങനെ BCA സെക്കൻഡറി എന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാനായിട്ട്. ദെൻ ടെക്നിക്കൽ സ്കിൽസ് കൊടുക്കണം. ടെക്നിക്കൽ സ്കിൽസിൽ പ്രോഗ്രാമിംഗ് സ്കിൽസ്, പിന്നെന്താ വെബ്, ഡാറ്റാബേസ്, അങ്ങനെ നിങ്ങളുടെ ജോബ് ഏതാണ്, ഏത് ജോബിലാണോ നിങ്ങളുടെ പൊസിഷനിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ടെക്നിക്കൽ സ്കില്ല് കൊടുക്കാനായിട്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഹെഡിങ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യണം. അതിനനുസരിച്ച് അതിൻ്റെ താഴെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഡാറ്റ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് കൊടുത്തു, അതിനുശേഷം കരിയർ ഒബ്ജക്റ്റീവ് കൊടുത്തു, എഡ്യൂക്കേഷൻ കൊടുത്തു, ടെക്നിക്കൽ സ്കിൽ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നെയിം കൊടുക്കണം. ആ പ്രൊജക്റ്റ് ഏത് ടെക്നോളജി യൂസ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് ആ പ്രൊജക്റ്റിൽ വന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് വേണം ഏതിൽ കൊടുക്കാനായിട്ട്, ഈ പ്രൊജക്ട്സിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ പാരഗ്രാഫ്, ഭയങ്കര വലിയ പാരഗ്രാഫ് ആക്കാതെ ഒരു മിനിമലായിട്ട് വരുന്ന 5 to 6 ലൈനിൽ വരുന്ന പാരഗ്രാഫ് കൊടുക്കലായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർട്ടിഫിക്കേഷൻസ്. നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നിങ്ങൾ കുറേ പേര് കോഴ്സെറ, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ്റെ സർട്ടിഫിക്കേഷൻസ്, ഈ ഗൂഗിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ സർട്ടിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ സർട്ടിഫിക്കേഷൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കേഷൻസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ സർട്ടിഫിക്കേഷൻ മാത്രമല്ല, നിങ്ങളുടെ ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻസും ഈ സർട്ടിഫിക്കേഷൻസ് ആൻഡ് സെഷൻസിൽ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റാണ് സോഫ്റ്റ് സ്കില്ല് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം വർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതിനൊക്കെ കുറിച്ചിട്ട് വേണം ഏതിൽ കൊടുക്കാനായിട്ട്, ഈ സോഫ്റ്റ് സ്കില്ല് കൊടുക്കാനായിട്ട്. ദെൻ അച്ചീവ്മെൻറ്റ്സിനും സെയിം ഹാക്കത്തോൺസ് കൊടുക്കാം. നിങ്ങൾ ഏതെങ്കിലും ടെക്നിക്കൽ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻസൊക്കെ ഈ അച്ചീവ്മെൻറ്റ്സിൽ കൊടുക്കാൻ പറ്റും. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണലായിട്ട് വരുക, വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്ന രീതിയിൽ വിടാം. നിങ്ങൾക്കിപ്പോൾ മലയാളവും ഇംഗ്ലീഷും അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില ജോബിനൊക്കെ പോകുമ്പോൾ അവർ ലാംഗ്വേജ് പറയുന്നുണ്ടാകും, ഹിന്ദി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം എന്ന് സ്പെസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ആ രീതിയിലൊക്കെ കൊടുത്താൽ മതി. ആൻഡ് ലാസ്റ്റ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെഷൻസിൽ അല്ലെങ്കിൽ ഈ റെസ്യൂമിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെന്ന രീതിയിൽ കൊടുക്കലാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡേറ്റും സിഗ്നേച്ചറും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇടരുത്. നമ്മൾ എന്നാണോ ഈ റെസ്യൂമെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ റെസ്യൂമെ എന്നാണ് നമുക്ക് സെൻഡ് ചെയ്യുന്നത് ആ സെൻഡ് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് വേണം ഇടാനായിട്ട്. ആൻഡ് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓൾറെഡി ഇട്ട് വയ്ക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് റെസ്യൂമയിൽ പറയാനുള്ളത്. അപ്പോൾ റെസ്യൂമെ എളുപ്പമുള്ളതാണ്, നിങ്ങൾക്ക് മനസ്സിലാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്